ഇന്ന് നോക്കുന്നത് റിഡീമബിൾ ഡെറ്റിന്റെ ആണ്. ഇന്നലെ നമ്മൾ നോക്കിയത് ഇർറിഡീമബിൾ ഡെറ്റ് ആയിരുന്നു. ഇർറിഡീമബിൾ ഡെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇക്വേഷൻ കെ ഡി ഇസ് ഈക്വൽ ടു ആർ ബൈ ഡി ആണ്. അതായത് ആനുവൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഡെറ്റിന്റെ വാല്യൂ. അതിന്റെ ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും ആണ് നോക്കിയത്. ഇന്ന് റിഡീമബിൾ ഡെറ്റ് ആണ് നോക്കുന്നത്. റിഡീമബിൾ ഡെറ്റിലും ഇതുപോലെ രണ്ട് ഇക്വേഷൻ ആണുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ബിഫോർ ടാക്സിൻ്റെതാണ് ബേസ് ഇക്വേഷൻ. ആഫ്റ്റർ ടാക്സിൻ്റെത് വരുമ്പോഴത്തേക്കും ടാക്സ് ആണ് വരുന്നത്. അതുകൊണ്ട് 1 - t എന്ന് പറയുന്നത് ഇക്വേഷന്റെ കൂടെ അല്ലെങ്കിൽ ന്യൂമറേറ്ററിന്റെ കൂടെ വരുവാണ് ചെയ്യുന്നത്. ബിഫോർ ടാക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കെ ഡി ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ആർ വി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ എൻ ഹോൾ ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു ആർ വി പ്ലസ് എൻ പി. ഈ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് ആർ വി മൈനസ് എൻ പിക്ക് മാത്രം ഉള്ളതാണ്. ആഫ്റ്റർ ടാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 - t ആണ് ന്യൂമറേറ്ററി വരുന്നത്. അപ്പം ആർ ഇൻറ്റു 1 - t പ്ലസ് ആർ വി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ എൻ ഹോൾ ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു ആർ വി പ്ലസ് എൻ പി. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ നമ്മൾ റിഡീമബിൾ ആണോ ഇർറിഡീമബിൾ ആണോ എന്ന് കണ്ടുപിടിക്കുന്നതെന്ന്. ഇപ്പം എൻ എന്ന് പറയുന്ന ഒരു വാല്യൂ തന്നിട്ടുണ്ട്, അതായത് 5 ഇയർ 6 ഇയർ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും റിഡീമബിൾ ഡെറ്റ് ആയിരിക്കും. കാരണം ഇത്ര വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ തിരിച്ചടയ്ക്കണം എന്ന് പറയുന്ന സിറ്റുവേഷനാണ് നമ്മൾ റിഡീമബിൾ, അതായത് റിഡീം ചെയ്തെടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഡെറ്റിനെയാണ്. അപ്പം അതിൽ ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും ഉണ്ട്. എന്നിന്റെ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിലാണ് അത് ഇർറിഡീമബിൾ ആയിട്ട് അല്ലെങ്കിൽ പെർപെച്വൽ ഡെറ്റ് ആയിട്ട് മാറുന്നത്. ഇക്വേഷൻ ഓർത്തിരിക്കാനുള്ള എളുപ്പ വഴിയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള വഴിയാണ് പറഞ്ഞത്. പിന്നെ ഇന്നലെ നമ്മൾ നോക്കിയായിരുന്നു എങ്ങനെയാണ് ഈ ആർ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതായത് ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ആർ എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻട്രസ്റ്റ് ആണ്. ആനുവൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഇപ്പം ചില ക്വസ്റ്റ്യൻ നമുക്ക് ഇന്നലെ ചെയ്തതിൻ്റെ അകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ഷെയർസും പെർ ഷെയറിന്റെ വാല്യൂവും എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുമാണ് തന്നെ. അപ്പം ഇത് മൂന്ന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആനുവൽ ഇൻട്രസ്റ്റ് കിട്ടും. ഇവിടെയും സെയിം ഇക്വേഷൻ തന്നെ. ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു പെർ ഷെയറിന്റെ പ്രൈസ് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. പിന്നെ നെറ്റ് പ്രൊസീഡ്സ് ആണ്. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് ഈ ഇക്വേഷനിലെ എൻ പിയുടെ വാല്യൂ ആണ് നെറ്റ് പ്രൊസീഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഫേസ് വാല്യൂ എടുക്കണം, പ്രീമിയം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ഡിസ്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സബ്ട്രാക്ട് ചെയ്യണം. എപ്പോഴും ഓർത്തോണം, ഡയറക്റ്റ് ആയിട്ട് വാല്യൂ തരുന്ന സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് എഴുതി, ഇപ്പൊ പ്രീമിയം 50,000 എന്ന് പറഞ്ഞാൽ പ്രീമിയം എമൗണ്ട് ആഡ് ചെയ്യുക, ഡിസ്കൗണ്ട് 50,000 എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ആയിട്ടുള്ള 50,000 ഫീസ് വാല്യൂവിൽ നിന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ചില സിറ്റുവേഷനിൽ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് തരത്തില്ല, അതിന് പകരം പെർസെൻറ്റേജ് ആയിരിക്കും തരാൻ പോകുന്നത്. പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, പ്രീമിയത്തിന് ഇപ്പം 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാല്യൂവിന്റെ 10% ആണ് എടുക്കേണ്ടത്. അപ്പൊ ഫേസ് വാല്യൂ 1 lakh ആണെങ്കിൽ 1 lakhന്റെ 10%, അതായത് 10,000 എന്നുള്ളതാണ് പ്രീമിയത്തിന്റെ വാല്യൂ വരിക. ഇപ്പൊ ഡിസ്കൗണ്ട് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ മൈനസ് ചെയ്യേണ്ടി വരും, പ്രീമിയം ആണെങ്കിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടാൻ പോകുന്നതാണ് ഇഷ്യൂ പ്രൈസ്. അതിൽ നിന്ന് എന്തെങ്കിലും ബ്രോക്കറേജ് ഫീന്നോ ഇഷ്യൂ പ്രൈസ് ഇഷ്യൂ ചെയ്ത സമയത്തുണ്ടായ എക്സ്പെൻസ് എന്നോ അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്നോ അണ്ടർ റൈറ്ററിന്റെ ചാർജ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് മറ്റെന്തെങ്കിലും ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വാല്യൂ ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആയിട്ട് കാണിക്കണം. ഇവിടെയും ചില സമയത്ത് ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് തരും. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ട് തന്നെ എടുത്ത് മൈനസ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് ചിലപ്പം അവര് 2% ഓഫ് ഫേസ് വാല്യൂ, ഇന്നലെ നമ്മൾ നോക്കിയ പ്രോബ്ലത്തിൻ്റെ അകത്ത് ഇവിടെ എമൗണ്ടഡ് ടു 2% ഓഫ് ഫേസ് വാല്യൂ എന്നാ പറഞ്ഞത്. അങ്ങനെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുക്കാൻ പോകുന്നത് ഫേസ് വാല്യൂവിന്റെ 2% എന്നുള്ളത് തന്നെ ആയിരിക്കണം. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, അതായത് ഇത്ര പെർസെൻറ്റേജ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഫേസ് വാല്യൂന്നോ അല്ലെങ്കിൽ ഇന്നതിന്റെ എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്യൂ പ്രൈസിന്റെ ആയിരിക്കും നിങ്ങൾ പെർസെൻറ്റേജ് എടുക്കേണ്ടത്, ഫ്ലോട്ടേഷൻ കോസ്റ്റിന്റെ. എന്നിട്ട് ഇത് ഇഷ്യൂ പ്രൈസും ഫ്ലോട്ടേഷൻ കോസ്റ്റും തമ്മിൽ മൈനസ് ചെയ്യുമ്പം നിങ്ങൾക്ക് നെറ്റ് പ്രൊസീഡ്സിന്റെ വാല്യൂ കിട്ടുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. P Limited decided to issue debentures. It has the following options. ആദ്യത്തെ എന്ന് പറയുന്നത് ഇഷ്യൂ 10% debentures of 100 rupees each at
പാർ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാലേ ഓർത്തോണം, പ്രീമിയമും അല്ല ഡിസ്കൗണ്ടും അല്ല. അപ്പോൾ ഫേസ് വാല്യൂ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്യൂ പ്രൈസ് ആയിട്ട് വരാൻ പോകുന്നത്. അതായത് നെറ്റ് പ്രൊസീഡ്സ് നോക്കുമ്പം പ്രീമിയവും ഡിസ്കൗണ്ടും ഇല്ലാത്തതുകൊണ്ട് ഇഷ്യൂ പ്രൈസ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഫേസ് വാല്യൂ തന്നെയാണ് ഇഷ്യൂ പ്രൈസ് ആയിട്ട് വരാൻ പോകുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്നിന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. 5 ഇയേഴ്സിനോ 6 ഇയറിനോ. പക്ഷെ ബി ക്വസ്റ്റ്യനോ സി ക്വസ്റ്റ്യനോ നോക്കുമ്പം ഇവിടെ 10 ഇയറിനും 8 ഇയറിനും ഒക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 10 ഇയർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8 ഇയർ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കേസിൽ അങ്ങനെ ഒരു ഇയറിന്റെ കാര്യം പറയുന്നില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഏത് ടൈപ്പ് ഡെറ്റ് ആയിരിക്കും വരുന്നത്? റിഡീമബിൾ ഡെറ്റ് ആണോ? അല്ല. റിഡീമബിൾ ഡെറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എൻ വാല്യൂ വന്നേനെ. അപ്പൊ ഈ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് റിഡീമബിൾ അല്ല, പെർപെച്വൽ അല്ലെങ്കിൽ ഇർറിഡീമബിൾ ഡെറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. കെ ഡി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 - ടി ഹോൾ ഡിവൈഡഡ് ബൈ ഡി ആയിരിക്കും വരുന്നത്. ഇത് ഇന്നലെ ചെയ്ത സെയിം സംഭവം തന്നെ. ആർ എന്ന് പറയുന്നത് ആനുവൽ ഇൻട്രസ്റ്റ് ആണ്. ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എമൗണ്ട് ഡയറക്റ്റ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ എമൗണ്ട് ഇൻറ്റു പെർസെൻറ്റേജ് ചെയ്താൽ മതി. നമ്മൾ ഇക്വേഷൻ പഠിച്ചപ്പം നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു എത്രയാണ് പെർ ഷെയറിന്റെ വാല്യൂ എന്നുള്ളത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് തന്നേക്കുന്നത് കൊണ്ട് എമൗണ്ട് ഇൻറ്റു 10% ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആനുവൽ ഇൻട്രസ്റ്റ് കിട്ടും. ഡെറ്റിന്റെ വാല്യൂ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നേക്കുവാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു എത്ര ആണോ പെർ ഷെയറിന്റെ വാല്യൂ അത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡെറ്റിന്റെ വാല്യൂ കിട്ടും. എന്നിട്ട് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 10 ഇൻറ്റു 1 - ലാസ്റ്റിൽ അസ്യൂം 35% ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആഫ്റ്റർ ടാക്സിന്റെ ഇക്വേഷൻ എടുത്തിട്ടുള്ളത്. അപ്പം എന്നിന്റെ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇർറിഡീമബിൾ അല്ലെങ്കിൽ പെർപെച്വൽ ഡെറ്റ് ആയത്. അപ്പം ടാക്സ് റേറ്റ് പറയുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ആഫ്റ്റർ ടാക്സിന്റെ ഇക്വേഷൻ എടുത്തത്. അപ്പം 10 ഇൻറ്റു 1 - 0.35 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോഴത്തേക്കും 6.50% എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കുമ്പം ഇഷ്യൂഡ് 10 ഇയർ 8% ഡിബഞ്ചേഴ്സ് ഓഫ് 100 rupees ഈച്ച് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ 2% ഓഫ് ഫേസ് വാല്യൂ. അപ്പം ഇവിടെ വരുമ്പോൾ എന്നാ നോക്കണ്ടേ? 10 ഇയർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ എൻ വാല്യൂ ഉണ്ട്. എൻ വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് റിഡീമബിൾ ഡെറ്റിന്റെ ഇക്വേഷൻ ആയിരിക്കും. പിന്നെ എന്നാ നോക്കണ്ടേ? ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പം ആഫ്റ്റർ ടാക്സിന്റെ ഇക്വേഷനും വേണം എടുക്കാൻ. അപ്പം കെ ഡി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 - ടി പ്ലസ് ആർ ബി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ എൻ ഹോൾ ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു ആർ ബി പ്ലസ് എൻ പി എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. ഇവിടെ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാ വരുന്നത്? ഇവിടെ 8% ഡിബഞ്ചർ 100 രൂപ ഈച്ച് എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. ഓൾറെഡി എമൗണ്ട് എത്ര ആണ് എന്നുള്ളത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 8% ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോർമലി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 100 ഇൻറ്റു 8% ചെയ്യുക. അപ്പൊ നമുക്ക് 8 എന്ന് പറഞ്ഞു കിട്ടും ആനുവൽ ഇൻട്രസ്റ്റ്. പിന്നെ അടുത്ത എന്നാ? ടി എന്ന് പറയുന്നത് 0.35 ആണ്. ആർ വി ആണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത്. റിഡംഷൻ വാല്യൂ. റിഡംഷൻ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എത്ര ആണോ എമൗണ്ട് തന്നിട്ടുള്ളത്, അതായത് ഇപ്പം 100 rupees ഈച്ച് എന്ന് പറഞ്ഞ് തന്നേക്കും ഇവിടെ. അപ്പം ആ 100 തന്നെ ആയിരിക്കും നിങ്ങളുടെ റിഡീം ചെയ്യാൻ പോകുന്ന വാല്യൂ. ഇപ്പം ഇൻ കേസ് നമ്പർ ഓഫ് ഷെയർസും പെർ ഷെയറിന്റെ പ്രൈസും തന്നു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ, അതായത് നമ്മൾ ഡി വാല്യൂ കണ്ടുപിടിച്ചിട്ടില്ലേ നേരത്തെ? ഇവിടെ ഡി വാല്യൂ എങ്ങനെയാ 100 വന്നത്? ഇവിടെ തന്നിട്ടുള്ള വാല്യൂ ഓഫ് ഡെറ്റ് എന്ന് പറയുന്ന ആ സെയിം സംഭവത്തെ തന്നെ ഇവിടെ വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുവാണ് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. റിഡംഷൻ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 100 തന്നെ ആയിരിക്കും. പിന്നെ അടുത്ത് തന്നെ കണ്ടുപിടിക്കണ്ടേ? പിന്നെ എൻ പിയുടെ വാല്യൂ വേണം. എൻ പി വരുമ്പം ഇവിടെ ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 rupees ആണ്. ഓൾറെഡി ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് മൈനസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തിൽ നിന്നാ? ഫേസ് വാല്യൂവിന്റെ 5% എടുക്കേണ്ടത്. അങ്ങനെ -5 ചെയ്യുമ്പോഴത്തേക്കും ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 95 ആയിട്ട് കിട്ടും. പിന്നെ അവിടെ കൊണ്ട് തീരുവാണോ? അല്ല. പിന്നെ അതിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് സബ്ട്രാക്ട് ചെയ്യണം. അത് ഫേസ് വാല്യൂവിന്റെ 2% കൃത്യമായിട്ട് വായിച്ചു വേണം. 2% ഓഫ് ഫേസ് വാല്യൂ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്.
അപ്പം 100ന്റെ 2%, അപ്പം 2 രൂപ. അപ്പം ഫ്ലോട്ടേഷൻ കോസ്റ്റ് 2. ഇഷ്യൂ പ്രൈസിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുമ്പം നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞ് 93 എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി ഡയറക്റ്റ് എല്ലാ വാല്യൂസുമായി ഇനി ഡയറക്റ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 6.11% എന്ന് പറഞ്ഞ് കിട്ടും. ഈ ഓരോ ബ്രാക്കറ്റും സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് മാത്രമേ ഫൈനൽ ആൻസറിലോട്ട് എത്താവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കാരണം മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം അല്ലാതെ സമയമില്ലാന്നും പറഞ്ഞ് ഒറ്റയടിക്ക് എല്ലാം കൂടെ കാൽക്കുലേറ്ററിലോട്ട് കുത്തി നിറയ്ക്കാനായിട്ട് പോകരുത്. ഓരോ സ്റ്റെപ്പ് വൈസ് ചെയ്ത് തന്നെ 6.11 എത്തിയാൽ മതി. കാരണം ഈ 3 പാർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് പാർട്ട് ബിയിലായിരിക്കും ചോദിക്കുക. അപ്പൊ പാർട്ട് ബിയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായാലും അതിന് അത്രയും വെയിറ്റേജ് വരുവാ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓർത്തോണം, സ്റ്റെപ്പ് വൈസ് തന്നെ ചെയ്യാവുള്ളൂ. ഇനി സി ക്വസ്റ്റ്യൻ ആണ്. സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതൊന്ന് തന്നെത്താനെ ട്രൈ ചെയ്ത് നോക്കണം. ഈ സെയിം രീതിയേ ഉള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്കും പ്രീമിയം ആവുന്നു, അണ്ടർ റൈറ്ററിന്റെ കമ്മീഷനും ഫ്ലോട്ടേഷൻ കോസ്റ്റും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞ് നേരത്തെ കേസിൽ ഡയറക്റ്റ് 2% ഓഫ് ഫേസ് വാല്യൂ ആണ് പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ അണ്ടർ റൈറ്ററിന്റെ കമ്മീഷനും ഫ്ലോട്ടേഷൻ കോസ്റ്റും കൂടെ ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ 2% പ്ലസ് 1% ചെയ്ത് 3% എന്നുള്ള രീതിയിൽ വേണം കാണിക്കാനായിട്ട്. ആ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ബാക്കി എല്ലാം നമ്മൾ ചെയ്ത പോലെ തന്നെ. പിന്നെ പറയുന്നത് അഡ്വൈസ് ദ കമ്പനി ആസ് ടു വിച്ച് ഓപ്ഷൻ ഇറ്റ് ഷുഡ് അഡോപ്റ്റ് ബേസ്ഡ് ഓൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അഡ്വൈസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പം അഡ്വൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന വാല്യൂ ഏറ്റവും കുറവ് വരുന്നത് ഏത് കേസിലാണോ, അതായത് KDയുടെ വാല്യൂ ഇവിടെ വന്നപ്പോൾ 6.50 ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ 6.11 ആണ്. ഇനി സി ഓപ്ഷനൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എത്രയാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ് വരുന്നത് നോക്കുക. അപ്പം ഈ 3 എണ്ണത്തിൽ ഏറ്റവും കുറവ് വാല്യൂ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് അല്ലെങ്കിൽ KDയുടെ വാല്യൂ കുറവ് വരുന്ന ഏതാണോ ആ ഓപ്ഷൻ വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അതാണ് നിങ്ങൾ കൊടുക്കേണ്ട അഡ്വൈസ് എന്ന് പറയുന്നത്.